ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ ലിറ്റററി ലുമിനറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എഴുതിയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓതറിനെ കുറിച്ചിട്ടും മാജിക്കൽ റിയലിസത്തിനെ കുറിച്ചിട്ടും പിന്നെ ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ട്സും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ച സമയമായിട്ട് കൂടി ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. വീക്കായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിമ്മായിരുന്നു എന്നാണ് മീനിങ് തന്നെ. ആ സമയത്ത് പെലായോ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കോർട്ട്യാർഡിൽ എന്തോ ഒന്ന് ഞെരുങ്ങുന്നതായിട്ട് ആൾ കാണുകയാണ്. ഞെരുങ്ങുക മീൻസ് ഗ്രൗൺ ചെയ്യുക എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആണ് ഞെരുങ്ങുക. ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് ഈ ഗ്രോണിങ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടും ഗ്രോൺ ചെയ്യുന്നതായിട്ടുള്ളത് ആൾ കേൾക്കുകയാണ്. പക്ഷേ ആൾക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റണില്ല. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെലായോ ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്ത് പോയി നോക്കുകയാണ്. അപ്പോൾ ഒരു ഓൾഡ് മാനെ കാണുകയാണ്. ഓൾഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഓൾഡ് മാനാണ്. ഇത് നല്ല വയസ്സായിട്ടുള്ള ആളാണ്. ആളെന്താ അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇങ്ങനെ ലൈ ചെയ്യുക പറഞ്ഞാൽ കിടക്കുകയാണ്. ഇത് മഡിലേക്ക് ഫേസ് ആയിട്ട്, മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയാണ്. അപ്പോൾ ആ ഒരു ചെളിയിലേക്ക് ഫേസ് വെച്ചിട്ടാണ് ആളിങ്ങനെ അവിടെ കിടക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് എണീച്ച് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു ഓൾഡ് മാനെ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അത്രയ്ക്ക് വീക്കാണ് ആൾ. ട്രമൻഡസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇത് ട്രമൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ തന്നെ, അത് വലിയ രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അനോമസ് ആയിട്ടുള്ള വിങ്സ് കാരണമാണ്. അനോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ആ ഒരു വിങ്സ് കാരണം, ആ ഒരു ബിഗ് ആയിട്ടുള്ള വിങ്സ് കാരണമാണ് അദ്ദേഹത്തിന് എണീച്ച് നിൽക്കാനായിട്ട് പറ്റാത്തത്. ഇതിൽ ഇംപീഡഡ് എന്ന് പറഞ്ഞൊരു വേർഡ് പറയുന്നുണ്ട്. അതിൻ്റെ മീനിങ് വരുന്നത് ഒരു ഹിൻഡ്രൻസ്, അങ്ങനെ ഒരു തടസ്സം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ, തൻ്റെ വീടിൻ്റെ കോർട്ട്യാർഡിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ പെലായോ ഫസ്റ്റ് ഫ്രൈറ്റൻഡ് ആവാണ്. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കപ്പെടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ എലിസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള എലിസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. എലിസിൻ്റെ അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അതായത് അസുഖമുള്ളൊരു ബേബി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേബിക്ക് കംപ്രസസ് വെച്ച് കൊടുക്കുമായിരുന്നു. അതായത് കംപ്രസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണി നനച്ചിട്ട് കൊടുക്കില്ലേ, അങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു. പനി ഉള്ളപ്പോൾ നമ്മളിങ്ങനെ നെറ്റിയിൽ തുണി നനച്ചിടുമല്ലോ, അങ്ങനെ ചെയ്ത് കൊടുക്കുമായിരുന്നു എലിസിൻ്റെ ആ സമയത്ത്. അങ്ങനെ എലിസിൻ്റെ അടുത്ത് പോയിട്ട് ഇയാൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് എലിസിൻ്റെനെ എങ്ങോട്ട് കൊണ്ടുവരികയാണ്, ആ കോർട്ട്യാർഡിൻ്റെ റെയർ ഏരിയയിലേക്ക് കൊണ്ടുവരികയാണ്. റെയർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് എന്നാണ് അർത്ഥം തന്നെ. റെയർ എന്നുള്ള വാക്കിൻ്റെ മീനിങ് വരുന്നത് ബാക്ക് സൈഡ് എന്നാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ഫാളൻ ബോഡിയിൽ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഫാളൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീണ് കിടക്കുന്ന ബോഡിയിൽ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് 3 പാരഗ്രാഫിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അടുത്ത പാരഗ്രാഫിൽ ആ ഒരു ഓൾഡ് മാൻ്റെ അപ്പിയറൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയണത്. അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുമ്പോൾ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. അതൊരു റാഗ് പിക്കറിനെ പോലെയാണ് ആ ഒരു ഓൾഡ് മാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. റാഗ് പിക്കർ എന്ന് പറയുന്നത് ഈ പഴയ തുണികളൊക്കെ കളക്ട് ചെയ്ത് വിൽക്കുന്ന ആൾക്കാരെയാണ് റാഗ് പിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പോലെയാണ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളുടെ തലയിലാകെ കുറച്ച് മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫേഡഡ് ഹെയർസ് എന്ന് പറയുന്നുണ്ട്. ഫേഡഡ് ഹെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരച്ച മുടി, അതും ബാൾഡ് സ്കള്ളാണ് ഉണ്ടായിരുന്നത് പറയുന്നുണ്ട്. ബാൾഡ് സ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടി ആയിട്ടുള്ള തലയാണ് ആൾക്കുണ്ടായിരുന്നത്. പിന്നെ വളരെ കുറച്ച് പല്ലുകൾ മാത്രമാണ് ആൾക്കുണ്ടായിരുന്നുള്ളൂ. വളരെ പിറ്റിഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്, അതായത് ദയനീയമായിട്ടുള്ള കണ്ടീഷനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആളെ കാണാനായിട്ടൊരു ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് ഉണ്ടായിരുന്നത്. ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ് കുതിർന്ന എന്നുള്ളതാണ് അർത്ഥം തന്നെ. അതായത് വെറ്റായിട്ടുള്ള, അതാണ് അർത്ഥം തന്നെ. ഒരു മുതുമുത്തശ്ശനെ പോലെ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് കാണാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ ആ ഒരു ദയനീയമായ അപ്പിയറൻസ് എന്ന് പറയുന്നത് ആളുടെ ആ ഒരു സെൻസ് ഓഫ് ഗ്രാൻഡ്വർ എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് ആളെ കാണാനായിട്ട് ഇപ്പം ഉള്ളത് എന്ന് പറയണേ. ഗ്രാൻഡ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പ്രസീവായിട്ടുള്ള അപ്പിയറൻസിനെയാണ് നമ്മൾ ഗ്രാൻഡ്വർ എന്ന് പറയുന്നത്. ഇത് മുമ്പുണ്ടായിരുന്ന അടിപൊളിയായിട്ടുള്ള ലുക്കൊക്കെ പോയി ഇപ്പോൾ ആകെ ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ആളെ കാണാനായിട്ട് ഉള്ളതെന്നാണ് ഉദ്ദേശിക്കണത്.
പിന്നെ അദ്ദേഹത്തിൻ്റെ വിങ്സിനെ കുറിച്ചിട്ടാണ് പറയണേ. അദ്ദേഹത്തിൻ്റെ വിങ്സ് എന്ന് പറയുന്നത് ബസാർഡ് ലൈക്ക് വിങ്സ് ആണ്. അതായത് ബസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പക്ഷികളാണ്. ഈ പരുന്ത് പോലത്തെ വലിയ പക്ഷികൾക്ക് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് വിങ്സ് ആണ് ഈ ബസാർഡ് വിങ്സ് എന്ന് പറയുന്നത്. അതാകെ ചെളി പിടിച്ച് ഹാഫ് പ്ലക്ഡ് ആണ്. അതായത് ഈ ഫെതേഴ്സൊക്കെ അങ്ങനെ പകുതിയോളം പറഞ്ഞു പോന്നിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അതേപോലെ ഈ ചിറക് ചെളിയിൽ എൻടാങ്കിൾ ചെയ്ത് കിടക്കുകയാണ്, മഡിൽ എൻടാങ്കിൾ ചെയ്ത് കിടക്കുകയാണ്. എൻടാങ്കിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാപ്പ് ചെയ്യപ്പെടുക, അത് അങ്ങനെ കുടുങ്ങി കിടക്കുന്ന രീതിയിലാണ് ആ ഒരു വിങ്സൊക്കെ കാണാനായിട്ട് ഉള്ളതെന്ന് പറയണേ. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അങ്ങനെ പെലായും എലിസിൻ്റെയും എന്താണ് ആകെ സർപ്രൈസ് ആയിട്ട് ഇയാൾ തന്നെ നോക്കിയിട്ട് കുറേ നേരം നിൽക്കും. പിന്നീട് ഇയാളുടെ അടുത്ത് ഇവർ സംസാരിക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കുകയാണ്. അതായത് ഡയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ക്വസ്റ്റ്യൻസിന് അയാൾ എങ്ങനെ ആൻസർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻകോംപ്രഹെൻസിബിൾ ആയിട്ടുള്ള ഡയലക്റ്റിലാണ് അയാൾ തിരിച്ച് മറുപടി കൊടുത്തിരുന്നത്. ഇൻകോംപ്രഹെൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് അർത്ഥം തന്നെ. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു ഭാഷ, ഇത് മനസ്സിലാവാത്ത ഏതൊരു ഭാഷയിലാണ് അയാൾ തിരിച്ച് എന്ത് ചെയ്തിരുന്നത്, റിപ്ലൈ കൊടുത്തിരുന്നത്. അതും അയാളുടെ വോയിസ് എങ്ങനത്തെ ആയിരുന്നു, ഒരു സ്ട്രോങ് സെയിലറുടെ വോയിസ് ആയിരുന്നു. ഒരു സ്ട്രോങ് സെയിലറുടെ പോലത്തെ വോയിസ് ആയിരുന്നു ആ ഒരു ഓൾഡ് മാൻ്റെ. സെയിലർ എന്ന് പറഞ്ഞാൽ ആരാ, നാവികൻ. അതായത് ഷിപ്പിലൊക്കെ ഉണ്ടാവുന്ന നാവികനെയാണ് നമ്മൾ എന്ത് പറയുക, സെയിലർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു വോയിസിലാണ് ഇവർക്ക് തിരിച്ച് മറുപടി കൊടുക്കുന്നത്. അങ്ങനെ പെലായും എലിസിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അവരിങ്ങനെ ഊഹിക്കുകയാണ്, അതായത് ഇയാളൊരു ഷിപ്പിലെ സെയിലറായിരിക്കാം. ആ ഷിപ്പ് ഏതെങ്കിലും കൊടുങ്കാറ്റിൽ സ്റ്റോമിൽ പെട്ടിട്ട് തകർന്ന് അതിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ, അതായത് കാസ്റ്റവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയ ആൾ, അങ്ങനെ ഇവിടെ വന്ന് അടിഞ്ഞിട്ടുള്ളതായിരിക്കാം ഇയാൾ എന്നുള്ളൊരു നിഗമനത്തിലെത്താണ് ഇവർ. അങ്ങനെ ഇവരെന്താണ് ഇവരുടെ നൈബറായിട്ടുള്ളൊരു വുമണിനെ വിളിച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാണ്, ഇതൊരു ഏഞ്ചലാണ്, ഈ ഏഞ്ചൽ നിങ്ങളുടെ ബേബിക്ക് വേണ്ടി വന്നതായിരിക്കാം. ആ ഒരു കുട്ടി വയ്യാത്ത കുട്ടിയല്ല, അപ്പോൾ ആ കുട്ടീനെ സഹായിക്കാനായിട്ട്, അതിൻ്റെ അസുഖം മാറ്റാനായിട്ട് വന്നതായിരിക്കാം ഈ ഒരു ഏഞ്ചൽ എന്നുള്ളൊരു കാര്യം ആ സ്ത്രീ പറയാണ്. പക്ഷേ മഴ കാരണം വീണ് പോയതാവാം, ഇവിടെ ഇങ്ങനെ വീണ് പോയതാവാം എന്നുകൂടി ആ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോഴേക്കും ഈ ന്യൂസൊക്കെ അവിടെ ആകെ സ്പ്രെഡ് ആവുകയാണ്. എല്ലാവരും അറിഞ്ഞു പെലായുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഏഞ്ചലിനെ ക്യാപ്റ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ക്യാപ്റ്റീവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവിലാക്കി വെക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ ലൈക്ക് ഏഞ്ചൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മീൻ ചെയ്യണത് അതാണ്. പെലായോ ആണെങ്കിൽ ഉച്ച മുതലേ ഈ ഒരു ഏഞ്ചലിനെ നോക്കിയിട്ട് ഇരിക്കുകയാണ്. വീട്ടിലെ കിച്ചണിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഏഞ്ചലിനെ നോക്കിയിട്ട് പെലായോ ഇരിക്കണത്. പിന്നെ പെലായുടെ ജോലി എന്ന് പറയുന്നത് അയാളൊരു ബെയിലിഫാണ്. ബെയിലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൺ ഇൻചാർജ്, അതായത് ജയിൽ ഇൻചാർജാണ് ഈ ബെയിലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടാവും, അതിനാണ് ഈ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റിക്കും പിടിച്ചിട്ടാണ് പെലായോ അവിടെ ഇരിക്കണത്. പിന്നെ രാത്രി കെടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഒരു ചെളിയിൽ നിന്ന് ആ ഒരു ഏഞ്ചലിനെ പുറത്തേക്ക് എടുത്ത് ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് അവരുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ, ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കൂടിനെയാണ് പറയണത്, ആ ഒരു കോഴിക്കൂട്ടിൽ കൊണ്ടുപോയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യണേ. അങ്ങനെ ഏഞ്ചൽ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ കുട്ടിയുടെ പനിയൊക്കെ മാറി ആ കുട്ടി എണീക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവർക്ക് ആകെ ഒരു ദയ തോന്നുകയാണ് ഏഞ്ചലിൻ്റെ അടുത്ത്. മാഗ്നാനിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇവർ തീരുമാനിക്കുകയാണ് ഈ ഏഞ്ചലിനെ ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങാടത്തിലാക്കിയിട്ട് അതെവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു വിടാം എന്നുള്ളൊരു രീതിയിൽ അവർ തീരുമാനിക്കുകയാണ്. ആ ചെങ്ങാടത്തിൽ 3 ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെള്ളവും ഭക്ഷണമൊക്കെ വെച്ചിട്ട് അയാളുടെ വിധിക്ക് വിട്ടുകൊടുത്തിട്ട് അയാളെ ആ ഒരു സീയിലേക്ക് തന്നെ, ആ ഒരു കടലിലേക്ക് തന്നെ അയാളെ ഒഴുക്കി വിടാമെന്നുള്ള ആ ഒരു രീതിക്ക് ഇവർക്ക് പാവം തോന്നിയിട്ട് ഇവരങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഇവരുടെ കോട്ടിയാടിൽ നിറച്ച് ഇവരുടെ അയൽക്കാർ വന്ന് നിൽക്കണമെന്നാണ് ഇവർ കാണുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. അവർ ഈ കോഴിക്കോടിൻ്റെ മുമ്പിൽ നിന്ന് ആ ഏഞ്ചലിൻ്റെ അടുത്തേക്ക് കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടോസിങ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത് എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അവരെല്ലാവരും ഈ ഒരു ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറായിട്ടൊന്നല്ല, മറിച്ച് ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ് അവരെല്ലാവരും ഇതിനെ കാണുന്നത്. ഈ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമാനുഷികമായിട്ടുള്ള ശക്തി, അങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ചുകൂടി ഡിവൈനായിട്ടുള്ള, കുറച്ചുകൂടി റെസ്പെക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നായിട്ടാണ് ആ ഒരു ഏഞ്ചലിനെ അവിടെ കാണുന്നത്. പക്ഷേ
ഇവിടെ പീപ്പിൾ എന്താണ് ഒരു സർക്കസ് അനിമലിനെ പോലെ ഒരു വിലയില്ലാണ്ടാണ് ആ ഒരു ഏഞ്ചലിനെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ പറയണേ. അപ്പോൾ ഇതിലൂടെ ആ ഒരു ഹ്യൂമൻസിൻ്റെ സെൽഫിഷ്നെസ്സും ക്രൂവൽറ്റിയൊക്കെയാണ് അവിടെ എടുത്ത് കാണിക്കണത്. അങ്ങനെ ഇവരുടെ വീട്ടിൽ ഏഞ്ചൽ ഉണ്ട് എന്നുള്ള ന്യൂസ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുകയാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിഞ്ഞിട്ട് ഈ ഏഞ്ചലിനെ കാണാനായിട്ട് പുറമെന്നൊക്കെ ആൾക്കാർ ഇവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ റാപ്പിഡിറ്റി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത് സ്പീഡ് എന്നാണ് കേട്ടോ. അത് വളരെ പെട്ടെന്ന് ന്യൂസ് സ്പ്രെഡായി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് ഫുള്ള് ആൾക്കൂട്ടായി. അതായത് ഒരു മാർക്കറ്റ് പോലെ ഒരു ആൾക്കാരുടെ ഒരു തിരക്കായിട്ട് മാറി അവരുടെ വീടിൻ്റെ മുന്നിൽ. പിന്നീട് അവർക്ക് ആർമീനൊക്കെ വിളിക്കേണ്ടതായിട്ട് വരികയാണ് ആ ഒരു മോബ് പിരിച്ചു വിടാനായിട്ട്. ഡിസ്പേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചു വിടുക, മോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടം. പിന്നെ ബസ്സിൽ എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട്. അതിൻ്റെ മീനിങ് വരുന്നത് ബിസി ആയിട്ടുള്ള നോയ്സി ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസ് പോലെ ആയിട്ട് മാറിയെന്ന് അവരുടെ മുറ്റം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കൊരു ഐഡിയ തോന്നുകയാണ്. ഇവരുടെ മുറ്റത്തിന് ഫുള്ള് ഫെൻസ് കെട്ടിയിട്ട്, ഫെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ പോലെ വേലി കെട്ടുന്നതിനാണ് പറയണേ. അപ്പോൾ വേലി കെട്ടിയിട്ട് ഈ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് ഒരു പേയ്മെൻറ്റ് ഈടാക്കാം എന്നുള്ളൊരു ഐഡിയ ഇവർക്ക് തോന്നുകയാണ്. അങ്ങനെ ഇവർക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ ഇവർക്ക് തോന്നുകയാണ്. ഒരു 5 സെൻറ്റ് വെച്ചിട്ട്. ഈ സെൻറ്റ് എന്ന് പറയണത് അവിടുത്തെ ഒരു മണീനെ പറയണ ഒരു പേരാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിവിടെ റുപ്പീസ് എന്ന് പറയണ പോലെ അവിടെ സെൻറ്റ് എന്നാണ് പറയുക. 5 സെൻറ്റ് വാങ്ങിക്കാം എന്നാണ് അവരിവിടെ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഈ ഏഞ്ചലിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അത് അവർ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി കാരണമാണ് അവർ വരുന്നത്. അത് മാത്രമല്ല ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾ വരെ ഈ ഏഞ്ചലിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു പെലായോടെ കുട്ടിക്ക് അസുഖം മാറിയല്ലോ. അപ്പോൾ ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഏഞ്ചലിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡിസബിലിറ്റി മാറും, അവർക്ക് പഴയ പോലെ നല്ല ഒരു ഹെൽത്ത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരെല്ലാവരും വരുന്നത്. അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്ന് പറയുന്നത് ഈ ഡിസേബിൾഡ് പീപ്പിളിനെയാണ്. അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമില്ലാത്ത ആ ഒരു അർത്ഥമാണ് വരുന്നത്. ഇൻവാലിഡ്സ് എന്ന് പറയുന്നത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിളിനെയാണ്. അപ്പോൾ ഇവരൊക്കെ ഹെൽത്ത് അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് അവരുടെ ഡിസബിലിറ്റി മാറി അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. പിന്നെ പെലായോയ്ക്കും എലിസൻ്റെയ്ക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഏഞ്ചലിനെ വെച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റി. ഫാറ്റിഗ് എന്ന് പറഞ്ഞൊരു ടേം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കി അവർക്ക് വയ്യാണ്ടായി എന്നുള്ളൊരു ഇതാണ്. ആ ഒരു ടയേർഡ്നെസ് എന്നുള്ളതാണ് ആ ഒരു ടേമിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അവരുടെ വീട്ടിലെ റൂമുകളൊക്കെ പൈസ കൊണ്ട് നിറഞ്ഞു എന്ന് പറയണേ. ക്രാം എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് നിറയുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. എന്നിട്ട് പോലും ആൾക്കാർ ഇനിയും വെയിറ്റിംഗ് ആണ് ഏഞ്ചലിനെ കാണാനായിട്ട്. അതായത് ഈ പിലിഗ്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടകർ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഈ തീർത്ഥാടകരെ പോലെ ഇനിയും കാണാനായിട്ട് ആൾക്കാർ സ്റ്റിൽ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ അവരിപ്പോൾ ഈ ഏഞ്ചലിനെ വെച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ റിച്ചായി. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും ഈ ഓൾഡ് മാൻ അവിടെ ഇതിനോടൊന്നും റിയാക്ട് ചെയ്യാതെയാണ് ആ ഒരു കോഴിക്കൂട്ടിൽ അങ്ങനെ ഇരിക്കുന്നത്. ബോറോഡ് നെസ്റ്റ് എന്ന് പറയുന്നത് ആ കോഴിക്കൂടിനെയാണ്. അവിടെ ആളുടെ കാര്യം നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം എങ്ങനെയൊക്കെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുമോ അത് അങ്ങനെ കംഫർട്ടായിട്ട് ഇരിക്കാനാണ് ആൾ നോക്കിയിരുന്നത്. പിന്നെ ആൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തിരുന്നത് മോത്ത് ബോൾസ് ആണ്. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഫ്തലിൻ ബോൾസിനെയാണ് പറയണേ. നാഫ്തലിൻ ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ ഗുളിക ആ വെള്ള കളറിലുള്ള അതിനാണ് ഈ മോത്ത് ബോൾസ് എന്ന് പറയുന്നത്. അതാണ് കഴിക്കാൻ കൊടുത്തിരുന്നത്. പക്ഷേ ആളത് കഴിച്ചിരുന്നില്ല. ആൾ കഴിച്ചിരുന്നത് എഗ് പ്ലാൻ മഷാണ്. എഗ് പ്ലാൻ മഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനക്കഞ്ഞിയാണ്. വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കഞ്ഞി, അതാണ് ആൾ കൂടുതലായിട്ടും കഴിച്ചിരുന്നത്. അപ്പോൾ ഈ ഓൾഡ് മാൻ്റെ ഒരേ ഒരു കഴിവ് എന്ന് പറയണത്, അതായത് സൂപ്പർ നാച്ചുറലായിട്ടുള്ള വിർച്യു എന്ന് പറയണത്, ആ മാനുഷിക കഴിവെന്ന് പറയണത് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസാണ്. അതായത് ആ ഒരു ക്ഷമയാണ്. എത്രയൊക്കെ കോഴികൾ അദ്ദേഹത്തെ കൊത്തിയിട്ടും, അതായത് അദ്ദേഹത്തിൻ്റെ ചിറകിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ആകെ ഡേർട്ടി ആയിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ പാരസൈറ്റ്സ് ഉണ്ടാവും. പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഈ പുഴു പോലത്തെ കീടാണുക്കൾ. അപ്പോൾ അതിനൊക്കെ തിരയാൻ വേണ്ടിയിട്ട് കോഴികൾ ഇങ്ങനെ കൊത്തി ഇതാക്കുമ്പോൾ പെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തുക എന്നാണ് മീനിങ് വരുന്നത്. അതേപോലെ ഈ ക്രിപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ, ക്രിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വൈകല്യമുള്ളവർ. അവർ ഈ ഓൾഡ് മാൻ്റെ വിങ്സിൽ നിന്ന് ഫെതേഴ്സ് പറിച്ചിട്ട് അവരുടെ ആ ഡിസേബിൾഡ് ആയിട്ടുള്ള ഭാഗത്ത്, അതായത് ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യുമ്മലും കാലുമ്മലും, അതാണ് കയ്യും കാലുമാണ് ലിംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ കൊണ്ടുപോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും, പഴയ പോലെ ആവും, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ
തൂവൽ പറിക്കുമ്പോഴൊന്നും ഇയാൾ റിയാക്ട് ചെയ്തിരുന്നില്ല. അതേപോലെ കുറേ പേരെന്താണ് ഈ കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഈ ഏഞ്ചലിൻ്റെ മേലേക്ക് കുറേ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിരുന്നു. ഇവരിതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾ ഭയങ്കര പേഷ്യൻ്റായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശാന്തമായിട്ടാണ് ആൾ ആ കൂടിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്നത്. ഇവരൊന്നും മൈൻഡ് ചെയ്യാത്ത പോലെയാണ് ഇരുന്നിരുന്നത്. ഒരു റിയാക്ഷനും ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇവരുടെ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വരുന്നത്. അതായത് എക്സിബിഷനൊക്കെ പോലെ ഒരു ട്രാവലിംഗ് ഷോ വരികയാണ് ഇവരുടെ ടൗണിൽ. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പൈഡർ വുമൺ ആണ്. അതായത് ഒരു ഇടിമിന്നൽ കാരണം ഒരു സ്പൈഡറായിട്ട് മാറിയിട്ടുള്ളൊരു വുമണാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ വുമണിനെ കാണാനുള്ള ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഏഞ്ചലിനെ കാണാനുള്ള ചാർജിനേക്കാളും പൈസ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അതായത് ആൾക്കാരുടെ ഫോക്കസ് അങ്ങോട്ട് ഷിഫ്റ്റായി. ഫ്ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് കൂട്ടായിട്ട് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ സ്പൈഡർ വുമൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഇവരോട് സംസാരിക്കാൻ പറ്റും. തിരിച്ച് ഈ ആൾക്കാർ ചോദിക്കണതിനൊക്കെ ഉത്തരം പറയാനായിട്ട് പറ്റും. അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമായ എന്ന് പറയണേ. വിചിത്രമായെന്നാണ് മീനിങ്. അത്രയും വിചിത്രമായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും ആ സ്പൈഡർ വുമണിന് അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റും. ഏഞ്ചലിൻ്റെ പോലെയല്ല. പക്ഷേ പെലായയ്ക്കും വൈഫിനും ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അവർക്ക് വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ലെമൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുക, വിലപിക്കുക, അതൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്യാവശ്യം പൈസ ഈ ഏഞ്ചലിനെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ. പിന്നെ അവരുടെ വീടൊക്കെ തന്നെ 2 നില വീടാക്കിയിട്ടുണ്ട്. അതേപോലെ ബാൽക്കണിയും ഗാർഡനും ഒക്കെ ഉണ്ട് അവരുടെ വീട്ടിലിപ്പോൾ. അതായത് അവർ അത്യാവശ്യം റിച്ച് ആയല്ലോ. പിന്നെ ഈ ക്രാബുകളൊന്നും വിൻ്റർ സീസൺ ആകുമ്പോൾ ക്രാബ് ഇവർ റിവർ ബാങ്കിലാണല്ലോ ഇവരുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഞണ്ടുകൾ, ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്, അത് വീട്ടിലേക്ക് കയറി വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. വിൻ്ററിൽ ക്രാബ് വരാണ്ടിരിക്കാനായിട്ട് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഡോസിലൊക്കെ അയൺ ബാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏഞ്ചൽസിനും ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. അതായത് ഭാവിയിൽ ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ വീട്ടിൽ പെലായോ എന്താണ് ഈ റാബിറ്റ് വാരനൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞാൽ മുയലിനെ വളർത്താനുള്ള ആ ഒരു കൂട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെയിലിഫായിട്ടുള്ള ജോലി ഇയാൾ വേണ്ടാന്ന് വെക്കുകയാണ്. പിന്നെ എലിസിൻ്റെ ആണെങ്കിൽ കുറേ സാറ്റിൻ പംപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാറ്റിൻ പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്മൂത്തായിട്ടുള്ള ഷൂസിനെയാണ്, ഹൈ ഹീലുള്ള ഷൂസിനെയാണ് ഉദ്ദേശിക്കണത്. പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കുറേ ഡ്രസ്സുകളൊക്കെ ഇറിഡിസെൻറ്റ് സിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇറിഡിസെൻറ്റ് സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടുള്ള സിൽക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സുകളാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ എത്രത്തോണ്ട് റിച്ചായി എന്നുള്ളതാണ് അവിടെ കാണിക്കണേ. പക്ഷേ ഇവർക്ക് ഇത്രയൊക്കെ ഐശ്വര്യം വന്നിട്ടും ഇവർ ആ കോഴിക്കൂടിന് മാത്രം ഒരു മാറ്റം വരുത്തിയില്ല. അപ്പോഴും അതിന് മാത്രം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവിടെ ഈ കോഴിക്കാട്ടത്തിൻ്റെ ഒക്കെ ബാഡ് സ്മെല്ലാണ് അവിടെ നിന്ന് വന്നിരുന്നതെന്നാണ് പറയണേ. അപ്പോൾ ഡങ് ഹീപ്പ് എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ കോഴിക്കാട്ടത്തിൻ്റെ കൂമ്പാരമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് അതിൽ നിന്ന് സ്റ്റെഞ്ച് എന്ന് പറയുന്നത് ബാഡ് സ്മെല്ലിനെയാണ് പറയണത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ബാഡ് സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്ന് പറയണേ. പിന്നെ ഭയങ്കര മോശം അവസ്ഥയിലാണ് ആ ഒരു കോഴിക്കൂട് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ബേബിയൊക്കെ കുറച്ചും കൂടി വലുതായി. ആ കുട്ടി നടക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ആ സമയത്ത് ഇവർ കുട്ടീനെ ഈ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് ഒന്നും വിട്ടിരുന്നില്ല. പിന്നെ മെല്ലെ മെല്ലെ ഇവരുടെ പേടിയൊക്കെ മാറി. അവർ ആ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് മാറി. ആ ബാഡ് സ്മെല്ല് വന്നിരുന്നൊക്കെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് മാറി. ഇവരുടെ കുട്ടിക്ക് 2ാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി കോഴിക്കൂടിൻ്റെ ഉള്ളിൽ പോകാനും ഏഞ്ചലിനായിട്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പറയണേ. അങ്ങനെ ഇവർ 2 പേർക്കും ഒരേ സമയം ചിക്കൻ ബോക്സ് വരികയാണ്. അതായത് ഏഞ്ചലിനും ഈ കുട്ടിക്കും ഒരേ സമയത്ത് തന്നെ ചിക്കൻ ബോക്സ് വരികയാണ്. അങ്ങനെ ഇവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ വരികയാണ്. ആ ഡോക്ടർ വന്നിട്ട് ഏഞ്ചലിനെ നോക്കണ സമയത്ത് ഏഞ്ചലാണെങ്കിൽ സാധാരണ ഒരു ഹ്യൂമണിനെ പോലെ തന്നെയാണ് ഡോക്ടർക്ക് ഫീൽ ചെയ്തിരുന്നത്. അതായത് ഇയാളെ നോക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. സാധാരണ ഒരു നോർമലായിട്ടുള്ള ഹ്യൂമൺ എങ്ങനെയാണോ അതേപോലെ തന്നെ. പക്ഷേ അയാൾക്ക് മനസ്സിലാവാത്ത ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിറക് എങ്ങനെ വന്നു എന്നുള്ളതാണ് അയാൾക്ക് മനസ്സിലാവാതിരുന്നത്. അപ്പോൾ ഈ ചിറകിൻ്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളും അതായത് ആ ഓൾഡ് മാനും ഹ്യൂമൻസും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഡോക്ടർ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കും ഈ ചിറകില്ലാത്തത് എന്നാണ് ഈ ഡോക്ടർ ആലോചിക്കുന്നത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ. പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം ഇവരുടെ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഈ കോഴിക്കോട് ഈ വെയിലും അതേപോലെ മഴയൊക്കെ കാരണം ആകെ തകർന്ന് വീഴുകയാണ്, കൊളാപ്സായിട്ട് വീഴുകയാണ്. തകരുക എന്നാണ് കൊളാപ്സിൻ്റെ മീനിങ് തന്നെ. അങ്ങനെ ഏഞ്ചൽ അപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചുരുണ്ട് കൂടി ഇരുന്നിരുന്നത്. അതും ഒരു ഡൈയിങ് ആയിട്ടുള്ള ഇത് മരിക്കാനായിട്ടുള്ള ആ ഒരു കണ്ടീഷനിലാണ് ആളുണ്ടായിരുന്നത്.
പിന്നെ ഒരേ സമയം തന്നെ പലയിടങ്ങളിലായിട്ട് ആളെ കാണുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ആൾ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല ഈ ഏഞ്ചൽ. പിന്നെ കണ്ണൊന്നും മര്യാദയ്ക്ക് കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫോഗി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൂടി കെട്ടിയ പോലെയാണ് കണ്ണൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റിലൊക്കെ പോയി ഇടിക്കുക വീഴുക അങ്ങനെയൊക്കെയാണ് ആ ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് പാവം തോന്നിയിട്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് വിരിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട്. എന്നിട്ട് ഷെഡിൽ കിടക്കാനായിട്ട് ആ ഒരു ഏഞ്ചലിനെ അലോ ചെയ്യുന്നൊക്കെ ഉണ്ടെന്നാണ് പറയണേ. പക്ഷേ അപ്പോഴാണ് ഇവർ തിരിച്ചറിയണത് ഇയാൾക്ക് രാത്രിയിൽ ഇങ്ങനെ പനി പോലെ വരുന്നുണ്ട്, അത് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളത് അവർ അപ്പോഴാണ് തിരിച്ചറിയണത്. അങ്ങനെ ഇവർ ആളുടെ കാര്യം കുറച്ചും കൂടി ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർ വിചാരിക്കുകയാണ് ഇയാൾ മരിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് അവർ ചിന്തിക്കണത്. പക്ഷേ നമ്മുടെ ഓൾഡ് മാൻ ആ ഒരു വിൻ്റർ സീസണൊക്കെ സർവൈവ് ചെയ്തു. ആളെന്താണ് കുറച്ചും കൂടി ആളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവായി. സമ്മറൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി ഇമ്പ്രൂവായി ആളുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ആൾ ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ ദിവസം കോട്ടിയാടിൻ്റെ, അതായത് ആ മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുമായിരുന്നു, മോഷൻലെസ് ആയിട്ട് അനങ്ങാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു ചുരുണ്ട് കൂടിയിട്ട്. അങ്ങനെ വിൻ്റർ സീസണൊക്കെ ഏകദേശം കഴിയാനായി. ആ ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഇയാളുടെ വിങ്സിലൊക്കെ ചെറുതായിട്ട് ഫെതേഴ്സൊക്കെ വന്നു തുടങ്ങി. ആളെ കാണാനായിട്ടൊരു സ്കെയർ ക്രോ പോലെ ആയിട്ട് ഉള്ളൊരു കോലത്തിലായി എന്നാണ് പറയണത്. സ്കെയർ ക്രോ എന്ന് പറയുന്നത് ഈ പാടത്തൊക്കെ വെക്കണ കോലല്ലേ, അതേപോലെ ആയിട്ട് മാറി എന്ന് പറയണത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എലിസൻ്റെ അങ്ങനെ അവരുടെ കിച്ചണിൽ ഇങ്ങനെ ഒണിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവൾ ജനലടയ്ക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് വിൻഡോയിലൂടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ പറക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആൾ ഭയങ്കര ക്ലംസി ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. കാരണം ആൾക്ക് പറക്കാനൊന്നും പറ്റിയിരുന്നില്ല, അവിടെ തന്നെ വീഴുക അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു എയറിൽ ആ ഒരു ഗ്രിപ്പ് കിട്ടാതെ അവിടെ തന്നെ വീഴുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ആ ഒരു ഹൈറ്റ് മാനേജ് ചെയ്യാനായിട്ട് പറ്റി. അതായത് ആ ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റ് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് പറയണത്. അത് ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റി ആൾക്ക്. അപ്പോൾ ഇതെല്ലാം എലിസിൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് ഇടുകയാണ് എലിസിൻ്റെ ഇത് കണ്ടിട്ട്, അവർക്ക് വേണ്ടിയിട്ടും അതേപോലെ ആ ഒരു ഏഞ്ചലിന് വേണ്ടിയിട്ടും. കാരണം അവർക്ക് ഇനി ആ ഏഞ്ചലിനെ കൊണ്ട് ഉപകാരം കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് പോകുന്നതാണ് രണ്ട് കൂട്ടർക്കും നല്ലത്. അതുപോലെ ഇതിങ്ങനെ പറന്നു പോകുന്നത് അവളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു എന്നാണ് പറയണേ. പക്ഷേ ഇത് പറക്കുമ്പോൾ ഇതൊരു സെനൈൽ വൾച്ചറിനെ പോലെയാണ് ഇത് പറക്കുന്നത് കാണാനായിട്ടുണ്ടായിരുന്നത്. സെനൈൽ വൾച്ചർ എന്ന് പറയുന്നത് ഓർമ്മ നഷ്ടപ്പെട്ട കഴുകനെയാണ് നമ്മൾ സെനൈൽ വൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഏഞ്ചൽ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇല്ലാതെ ഇത് അൺസ്റ്റഡി ആയിട്ടാണ് അതിങ്ങനെ പറന്നു പോണത്. അപ്പോൾ ആ ഒരു ചിറകടിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയണേ. അതായത് ഒരു വിധത്തിലാണ് ആളിങ്ങനെ ചിറകടിച്ച് പറക്കണത്. ഫ്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകടിക്കണേനെയാണ് പറയണത്. അത് ഓർമ്മ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഡയറക്ഷൻ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു വൾച്ചറിനെ പോലെ, അതായത് നമ്മുടെ കഴുകനെ പോലെയാണ് ഈ ഒരു ഏഞ്ചൽ ആകാശത്ത് ഒരു വിധത്തിൽ പറക്കണത്. എലിസിൻ്റെ ആണെങ്കിൽ ആ ഒണിയൻ അരിയുന്നതിൻ്റെ കൂടെ തന്നെ ഇയാൾ പറന്നു പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കാണാത്ത ദൂരത്തേക്ക് ഇത് മാഞ്ഞു പോകുന്നത് വരെ, ഈ ഏഞ്ചൽ മാഞ്ഞു പോകുന്നത് വരെ അവളിങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു എന്നാണ് പറയണേ. എന്നിട്ട് അവളിങ്ങനെ ആലോചിക്കുകയാണ്, അതായത് അവരുടെ ലൈഫിൽ ഇനി ഇയാളൊരു ശല്യമായിട്ട് ഉണ്ടാവില്ല. അനോയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ശല്യമായിട്ട് ഉണ്ടാവില്ല. മറിച്ച് ഒരു ഇമാജിനേഷൻ മാത്രമായിട്ട് നിൽക്കും. അയാളങ്ങനെ ആ ഒരു കടലിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. കാണാത്ത ആ ഒരു ദൂരത്തേക്ക് പോവുകയാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ തീംസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുതിയ ചാനലാണ്, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇൻസ്പിറേഷനായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.